ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമിക്സ് ട്യൂട്ടോറിയൽ. ജി എസ് ടി എന്ന സബ്ജക്റ്റിൽ ടൈം ഓഫ് സപ്ലൈ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടൈം ഓഫ് സപ്ലൈ രണ്ടെണ്ണം ഉണ്ട്. ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സും ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസും. അതിൽ ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് നമുക്കറിയാം. ഏത് സമയത്താണ് ജി എസ് ടി ഈടാക്കേണ്ടത്, ഏത് ടൈം ഓഫ് പോയിന്റിലാണ് ജി എസ് ടി ഈടാക്കേണ്ടത് എന്നുള്ളതാണ് ടൈം ഓഫ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവീസിൻ്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് താഴെ പറയുന്ന ഡേറ്റിൽ ഏതാണോ ആദ്യം വരുന്ന ഡേറ്റ് അതാണ് ടൈം ഓഫ് സപ്ലൈ. ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഷാൾ ബി ദ ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് പറയുന്നത്, ഇഫ് ദ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. സർവീസ് സപ്ലൈ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് സപ്ലയർ എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് ആ ഡേറ്റ്, അല്ലെങ്കിൽ സപ്ലയറിന് പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസം, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇൻവോയ്സ് 30 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് എന്താണ്? ഈ രണ്ടെണ്ണത്തിൽ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പറഞ്ഞത് ഏതാണ്? ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. സപ്ലയർ എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ആ ഡേറ്റ് അത്, അല്ലെങ്കിൽ ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ആ റിസിപ്റ്റ് കിട്ടുന്നത് അതിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ. ഇനി സർവീസ് സപ്ലൈ ചെയ്തിട്ട് ഇൻവോയ്സ് 30 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ, ഇഫ് ദ ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് താഴെ പറയുന്ന ഡേറ്റിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ. ഫസ്റ്റ് പറയുന്നത് ഡേറ്റ് ഓഫ് സർവീസ്, എന്നാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തത് ആ ദിവസം. ഓക്കെ, ദ സെക്കൻഡ് പറയുന്നത് ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. സപ്ലയറിന് പേയ്മെൻറ്റ് കിട്ടുന്ന ദിവസം. ഓക്കെ, ഇതിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ പഠിച്ചു. ഇൻവോയ്സ് വിത്തിൻ 30 days ഇൻവോയ്സ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ 30 days. ഓക്കെ, ഇനി ഈ രണ്ട് കേസും അപ്ലിക്കബിൾ അല്ല എങ്കിൽ, ഏത് ഈ പറഞ്ഞ എ കേസും ബി കേസും അപ്ലിക്കബിൾ അല്ല എങ്കിൽ, in case where the provision of clause A or B above do not apply, the date on which the recipient show the receipt of service in his books of account അതാണ് ടൈം ഓഫ് സപ്ലൈ. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രൊവിഷൻസും അഥവാ എ ആൻഡ് ബി അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ടൈം ഓഫ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസിപ്പിയൻറ്റിന് എന്നാണോ ആ സർവീസ് റിസിപ്പിയൻറ്റ് എന്നാണോ ആ സർവീസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തത് ആ ഡേറ്റ് ആകും ടൈം ഓഫ് സപ്ലൈ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, റിസിപ്പിയൻറ്റ് സർവീസ് റിസീവ് ചെയ്തിട്ട് അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്ത ഡേറ്റ് ഉണ്ടാകും, അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കുക. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ ഗുഡ്സിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ 1000 രൂപയുടെ മുകളിലുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവിടെ ടൈം ഓഫ് സപ്ലൈ ഫോർ ഗുഡ്സിൽ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസിലും പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഇൻവോയ്സിലുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടുതൽ കിട്ടിയ എമൗണ്ടിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്നത് എന്താകും എന്നാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ എക്സാമ്പിളിന് എടുക്കാം. 10,000 രൂപയുടെ ഒരു ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പേയ്മെൻറ്റ് ചെയ്ത്, ശരിക്കും ബില്ല് എത്രയാണ്? ഇൻവോയ്സ് 10,000 രൂപയാണ്, പേയ്മെൻറ്റ് ചെയ്തത് 10,800 10,800 എങ്കിൽ ഈ 800 എന്നുള്ളത് എക്സ്ട്രാ എമൗണ്ട് ആണ്.
ഓക്കെ, അത് നെക്സ്റ്റ് മന്തിൽ അഡ്ജസ്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 800-ൻ്റെ സപ്ലൈ എന്തായിട്ടില്ല, ഈ മാസം ആയിട്ടില്ല, അത് അടുത്ത മാസമാണ് ആ 800 സപ്ലൈ ആവുള്ളൂ. പക്ഷെ അതെന്താണ്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള, എക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഈ എക്സസ് എമൗണ്ടിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്താകും, അതാണ് പറയുന്നത്. ഈ എക്സ്ട്രാ എമൗണ്ട് റിസീവ് ചെയ്തത് 1000 രൂപയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്നത് നെക്സ്റ്റ് ഇൻവോയ്സ് ഡേറ്റ് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ് ആകും ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കുക. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ദാറ്റ് ആർ ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. എന്താണ് റിവേഴ്സ് ചാർജ് എന്നുള്ളത് നമുക്കറിയാം. റെസിപ്പിയൻ്റ് ടാക്സ്, ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്ന ചില കേസ് ഉണ്ട്, അതിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റിവേഴ്സ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ ഗുഡ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു, അതേപോലെ തന്നെ എന്തിലും കാൽക്കുലേറ്റ് ചെയ്യണം, സർവീസിലും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് the time of supply shall be the earliest of the following dates. ഓക്കെ, ഒരു 2 ഡേറ്റ് പറയുന്നുണ്ട്, അതിൽ ഏതാണോ ഏർലിയർ ആദ്യം നടക്കുന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കുക. ഫസ്റ്റ് വൺ, ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ആസ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി റെസിപ്പിയൻറ്റ് ഓർ ദി ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇപ്പോൾ റെസിപ്പിയൻറ്റ് എന്നാണോ പേയ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റ്, അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ഡെബിറ്റ് ആകുന്ന അഥവാ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഡേറ്റ്, ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത്, ആദ്യത്തെ ഡേറ്റ് ഏതാണോ അതാണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ റിവേഴ്സ് ചാർജാണ് പറയുന്നത്, അപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ കേസാണ് പറയുന്നത് അല്ലേ. അപ്പോൾ റെസിപ്പിയൻ്റ് ആണ് എന്ത് കൊടുക്കുക, ടാക്സ് കൊടുക്കുക. അപ്പോൾ റിവേഴ്സ് ചാർജിൽ റെസിപ്പിയൻ്റ് ആണ് ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റെസിപ്പിയൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്ന് വേണം എന്ത് ചെയ്യുക, ചിന്തിക്കാൻ. അപ്പോൾ റെസിപ്പിയൻ്റ് എന്നാണോ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആ പേയ്മെൻറ്റ് എൻ്റർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റ്, അല്ലെങ്കിൽ എന്നാണോ ആ റെസിപ്പിയൻറ്റിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് ഡെബിറ്റ് ആകുന്നത് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് പോകുന്നത് ആ ഡേറ്റ്, ഇതിൽ ഏതാണോ ഏർലിയർ ആ ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 60 ഡേയ്സ് കഴിഞ്ഞ ദിവസം, അത് ആ ദിവസം ഏതാണോ അതെടുക്കുക. ഇതിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ഡേറ്റും, ഓക്കെ, ഇവിടെ 2 ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റും ഇതിലൂടെ ഒരു ഡേറ്റ് പറഞ്ഞു, ഇതിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ്. ക്ലിയർ? ഇനി ഈ 2 കേസും അപ്ലിക്കബിൾ അല്ല എങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ അണ്ടർ ക്ലോസ് എ ഓർ ബി. ഓക്കെ, അപ്പോൾ ക്ലോസ് എ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ക്ലോസ് ബി എന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തതാണ്. ഓക്കെ, the time of supply shall be the date of entry in the books of account of the recipient of supply. ഇനി മുകളിൽ പറഞ്ഞ ഈ 2 കേസും പറ്റിയിട്ടില്ല എങ്കിൽ, ഈ 2 പ്രൊവിഷൻസും പറ്റിയിട്ടില്ല എങ്കിൽ, റെസിപ്പിയൻ്റ് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആ സർവീസിൻ്റെ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് അതാണ് ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, the time of supply shall be the date of the entry in the books of account of the recipient of the supply. റെസിപ്പിയൻ്റ് ആണ്. ഓക്കെ, റെസിപ്പിയൻ്റ് എന്നാണോ ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആ സപ്ലൈൻ്റെ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് അതാകും ഡേറ്റ് ഓഫ് സപ്ലൈ ആയിട്ട് പരിഗണിക്കുക. അന്നത്തെ ആ ദിവസമാണ് GST കൊടുക്കേണ്ടത്. ഇനി ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ബൈ എ സപ്ലയർ ദി ടൈം ഓഫ് സപ്ലൈ ഷാൾ ബി. ഇവിടെ നമ്മൾ പറയുന്നത് ഈ വൗച്ചറിൻ്റെ കേസിൽ, ഇപ്പോൾ വൗച്ചറിൻ്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. അതായത് എന്താണ് വൗച്ചർ? നമുക്ക് പല വൗച്ചറും കിട്ടിയിട്ടുണ്ടാകും അല്ലേ, ഗിഫ്റ്റ് വൗച്ചർ, കൂപ്പൺ വൗച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഇത്ര രൂപയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വൗച്ചർ കിട്ടും, ലൈക്ക് ഗിഫ്റ്റ് വൗച്ചർ, കൂപ്പൺ വൗച്ചർ എക്സെട്ര. ഇത് നമുക്ക് ക്യാഷ് ആയിട്ടല്ല കിട്ടുന്നത്, ക്യാഷിന് പകരം ഒരു കൺസിഡറേഷൻ തന്നെയാണ്. നമുക്ക് ആദ്യമായിട്ട് ആ വൗച്ചർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടും.
അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൗച്ചർ ഐഡൻറ്റിഫയബിൾ ആണെന്നുണ്ടെങ്കിൽ എന്നാണോ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അതാകും ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, ഇനി വൗച്ചർ ഐഡൻറ്റിഫയബിൾ അല്ല എങ്കിൽ വൗച്ചർ എന്നാണോ റിഡംഷൻ ചെയ്യുന്ന ഡേറ്റ് അതാകും ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ മാളിലൊക്കെ പോയിട്ട് ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ ഒരു കൂപ്പൺ വൗച്ചർ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്ര രൂപക്ക് നിങ്ങൾ ഫുഡ് ബില്ല് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കൂപ്പൺ വൗച്ചർ തരുന്നു. ആ കൂപ്പൺ വൗച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ആ മാളിലുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് എന്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും 25% ഡിസ്കൗണ്ട് തരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് എന്താണ്, ഐഡൻറ്റിഫയബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഫുഡാണ് ഏത് ഫുഡ് കോർട്ടിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സ്റ്റാളിൽ നിന്നാണ് വാങ്ങുന്നത് ഐഡൻറ്റിഫയബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എന്നാണോ ആ റിഡംഷൻ അല്ലെങ്കിൽ ആ വൗച്ചർ നമുക്ക് കിട്ടിയ വൗച്ചർ റിഡീം ചെയ്യുമല്ലോ, പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വൗച്ചർ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് 25% ഡിസ്കൗണ്ട് കിട്ടുന്നു. അപ്പോൾ എന്നാണോ ആ വൗച്ചർ റിഡീം ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് ടൈം ഓഫ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വൗച്ചർ ഐഡൻറ്റിഫയബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക് ആണ്, ഇന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇതന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഷോപ്പിൽ പോകുന്നു, ഡ്രസ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു കൂപ്പൺ വൗച്ചർ കിട്ടുന്നു. ആ കൂപ്പൺ വൗച്ചറിൽ സ്പെസിഫിക് ആണ്, ഇന്ന ഡ്രസ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ആ സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെന്താകും, ആ വൗച്ചർ ഐഡൻറ്റിഫയബിൾ ആകും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വൗച്ചർ എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അതാകും ടൈം ഓഫ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ 3 കേസും പറഞ്ഞു. ഇനി ഓരോന്നിൻ്റെയും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ റോഷൻ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ തിരുവനന്തപുരം. ഹി പ്രൊവൈഡ് ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. ഇവിടെ 4 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേറ്റ് പറഞ്ഞത് ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് 11/8/2018. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് വിത്തിൻ 30 ഡേയ്സ് ഓഫ് സർവീസ് ആണ്. അത് എത്രയാണ്? 18/8/2018. ഡേറ്റ് ഓഫ് എൻട്രി പേയ്മെൻറ്റ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് 28/8/2018. ആൻഡ് ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട് 29/8/2018. ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, നമ്മളോട് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഈ സർവീസിൻ്റെ കേസിൽ ഇവിടെ റിവേഴ്സ് ചാർജ് ആണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോർമലി സർവീസിൻ്റെ കേസിൽ ഡേറ്റ് ഓഫ് സപ്ലൈ എന്നുള്ളത് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമുക്കറിയാം. ഫസ്റ്റ് വൺ എന്താ പറയുക, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. ഓക്കെ, ഏതാണ്? 18/8/2018. ഇനി ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ആ പേയ്മെൻറ്റ് എൻട്രി ചെയ്യുന്ന ഡേറ്റ് അത് എത്ര? 28/8/2018. ഇനി ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്, സപ്ലയറിന് എന്നാണ് ആ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ആ ഡേറ്റ്. ഇതിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ. അപ്പോൾ നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ ഏർലിയർ ഏതാണ്? ഇവിടെ 3 കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഈ 3 ഇതിൽ ഏതാണോ ടൈം ഓഫ് സപ്ലൈ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഏർലിയർ ഏതാണ്? 18/8/2018 ആണ് ഏർലിയർ. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് 18/8/2018 ആകും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ക്വസ്റ്റ്യൻ, കനറ ബാങ്ക് പ്രൊവൈഡ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് 1/10/2018. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് 2/11/2018 വിത്തിൻ 45 ഡേയ്സ് ആണ്. ദെൻ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് 26/10/2018. ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അസ്യൂമിങ് ദാറ്റ് ഇൻവോയ്സ് ഈസ് നോട്ട് ഇഷ്യൂഡ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. അപ്പോൾ ഇൻവോയ്സ് പ്രിസ്ക്രൈബ്ഡ് പീരീഡിൻ്റെ ഉള്ളിൽ ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്താ എടുക്കുക? ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എന്നാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ ദിവസം. പിന്നെ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് എന്നാണോ ആ റിസിപ്റ്റ് ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ്. ഇതിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ. അപ്പോൾ ഇതിൽ ഏത് ഏർലിയർ ആണ്? നമുക്കറിയാം ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് 1/10/2018 ആണ്. ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് 26/10/2018 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഏത് ഈ ഇൻവോയ്സ് ഡേറ്റ് ഇഷ്യൂ ചെയ്തതിൻ്റെ ആവശ്യമില്ല, കാരണം അത് പരിഗണിക്കില്ല. ഈ 2 പരിഗണിക്കുള്ളൂ. ഇതിൽ ഏതാണോ ഏർലിയർ അതാണ് ടൈം ഓഫ് സപ്ലൈ. സോ ഏർലിയർ 1/10/2018. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് 1/10/2018 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Mr. Sarang received supply of service from non-taxable territory in respect of which tax is liable to be paid on reverse charge basis by him. He provide the following. നോക്കുക, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 4/10/2018. ദ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇസ് എൻറ്റേർഡ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് എൻ്റർ ചെയ്ത ഡേറ്റ് 12/10/2018. ദ ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ഈസ് ബാങ്ക് അക്കൗണ്ട്. റിസിപ്പിയൻ്റ് എന്നാണോ പേയ്മെൻറ്റ് കൊടുത്തത് ആ ഡേറ്റ് അത് 18/10/2018. ദ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 days. അപ്പോൾ സപ്ലൈ ചെയ്തതിന് ശേഷം 60 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/12/2018. അപ്പോൾ ഇങ്ങനത്തെ ഈ ഇൻഫോർമേഷനൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് എന്ത് പറയാനാണ്, ഈ ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ ആൻസർ ചെയ്യാം. ആദ്യം ഏത് ഡേറ്റ് എടുക്കുക, എന്നാണോ ആ പേയ്മെൻറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റ്, അഥവാ 12/10/2018. ദ ഡേറ്റ് ഓൺ വിച്ച് ദ പേയ്മെൻറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എന്നാണോ ആ റെസിപ്പിയൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് 18/10/2018. ഓക്കെ, ദെൻ ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 days. അത് 4/12/2018. ഇപ്പോൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണിത്. ഇതിൽ 3 ഡേറ്റ് ഉണ്ട് അല്ലേ. റിസിപ്റ്റ് ഓൺ ദി ഡേറ്റ്, ദ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ്, പേയ്മെൻറ്റ് ഡെബിറ്റ് ആവുന്ന ഡേറ്റ്, ഇമ്മീഡിയറ്റ്ലി 60 days ഓഫ് ദി ഫ്രം ദി ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ദി സപ്ലയർ. അപ്പോൾ ഈ ഡേറ്റിൻ്റെ ആവശ്യമില്ല, ബാക്കിയുള്ള 3 ഡേറ്റ് നോക്കാം. ഇതിൽ ഏതാണ് ഏർലിയർ, ഏർലിയർ എന്ന് പറഞ്ഞാൽ 12/10/2018. അപ്പോൾ ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത് 12/10/2018. ക്ലിയർ, വളരെ സിമ്പിളാണ് ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാനുള്ളത്. ഇനി ലാസ്റ്റത്തെ എക്സാമ്പിൾ, വാക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് വൗച്ചേഴ്സ് വർത്ത് ₹75,000 ടു PQR ലിമിറ്റഡ് ഓൺ 28/10/2018. PQR ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂട്ട് ദ വൗച്ചർ ടു ഇറ്റ്സ് എംപ്ലോയി ഹു ഷാൾ ഗെറ്റ് ഇറ്റ്സ് റിഡീംഡ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. ഡിറ്റർമൈൻ ദി ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. ഇവിടെ വാക്സ് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, വൗച്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വൗച്ചറിൻ്റെ വാല്യൂ 75,000 ആണ്. PQR ലിമിറ്റഡിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എന്നാ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 28/10/2018. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PQR ലിമിറ്റഡ് ഈ വൗച്ചർ എന്ത് ചെയ്തു, അവരുടെ എംപ്ലോയീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതെന്താണ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ടൈമിൽ അതെന്ത് ചെയ്യാം, റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ എംപ്ലോയീസിന് അത് അവരുടെ ആ ഇതിൻ്റെ ടൈമിൽ എംപ്ലോയ്മെൻറ്റിൻ്റെ പീരീഡിൽ അതെന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിന് റിഡീം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ആർക്കാണ് വൗച്ചർ എന്നുള്ളത് ഐഡൻറ്റിഫയബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഐഡൻറ്റിഫയബിൾ ആയതുകൊണ്ട് തന്നെ എന്നാണോ ആ വൗച്ചർ ഇഷ്യൂ ചെയ്തത്, വൗച്ചർ എന്നാ ഇഷ്യൂ ചെയ്തത് 28/10/2018, അതാകും ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത്. ക്ലിയർ. അപ്പോൾ ഇത്രത്തോളമാണ് ഈ ടൈം ഓഫ് സപ്ലൈ ഫോർ സർവീസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയോട് കൂടിയിട്ട് ടൈം ഓഫ് സപ്ലൈ എന്നുള്ള ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഈ വീഡിയോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിന് ഭാഗമായിട്ട് അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. Okay, but thank you for watching. We'll see next class with another topic, that is value of supply.